ഇപ്പൊ ഈ അവനല്ലേ വീട്ടോട്ട് വിളിച്ചത്, വിളിച്ചിട്ട് പിള്ളേരോട് ചോദിച്ചത് അല്ലേ, പോയോന്ന് ചോദിച്ചത് അല്ലേ. അതിനുശേഷം പുള്ളി ഫോൺ സ്വിച്ച് ഓഫും ചെയ്തു. അന്നേരം സ്വിച്ച് ഓഫ് ആയി. ആ സാരല്ല, പോലീസ് വിളിക്കുമ്പോ എടുത്തോളും, കുഴപ്പമില്ല. അത് മടുക്കുമല്ലോ, ഇങ്ങനെയുള്ള കാട്ടായം കാണിക്കുമ്പോഴത്തേനെ മടുക്കുമല്ലോ. അതെ അതെ. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നിലയ്ക്കപ്പള്ളിയുടെ പാരിഷ് ഹാളിന് സമീപമാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സാമ്പത്തിക തട്ടിപ്പിൻ്റെ ഒരു കാര്യം പറഞ്ഞ ഒരാൾ എന്നെ വിളിച്ച്, അപ്പോൾ നമ്മുടെ വാർഡ് മെമ്പർ എന്നെ വിളിച്ചതാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി വിവരങ്ങളൊക്കെ ഒന്ന് തിരക്കാം. നിലയ്ക്കപ്പള്ളിയുടെ പാരിഷ് ഹാളിന് തൊട്ട് മുമ്പിൽ ഒരു തൊണ്ടുണ്ട്. ഈ വഴിക്ക് തൊട്ട് താഴെ കുറച്ച് വീട്ടുകാർ താമസിക്കുന്നുണ്ട്. അവരുടെയൊക്കെ നടപ്പാതയെന്ന് പറയുന്നത് ഈ വഴിയാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മഴക്കാലമായ അവരുടെ യാത്ര ഭയങ്കര ദുരിതമാണ്. കാരണം ഈ വഴിയെ ഒന്ന് വീഴാതെ പോകാമെന്ന് പറയുന്നത് വലിയ പാടാണ്. ഞാനിവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ്. കാരണം തെന്നി വീണെങ്കിൽ തീർന്നില്ല, മഴക്കാലം കൂടെയാണ്. അപ്പം അതുപോലെ ശക്തമായിട്ടുള്ള വെള്ളമൊഴുക്കാണ് ഇതിലെ വരുന്നത്. ഇഞ്ചക്കാട്ടുകുന്ന് ആ പ്രദേശത്തു നിന്നുള്ള മഴ പെയ്യുമ്പോഴുള്ള വെള്ളം മുഴുവൻ ഈ തൊണ്ട് വഴിയാണ് വരുന്നത്. ഈ വഴി നേരെ വലത്തോട്ട് ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേന് പഞ്ചായത്ത് ഓഫീസിൻ്റെ പുറകുവശത്തോട്ടാണ് വരുന്നത്. കുറച്ച് അധികം വീട്ടുകാരിവിടെ താമസിക്കുന്നുണ്ട്. അവരെല്ലാം ആശ്രയിക്കുന്ന ഈ വഴിയാണ്. അപ്പം കുവൈറ്റിൽ ജോലി ശരിയാക്കിപ്പെടുത്താമെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് വീട്ടുകാരുടെ നിന്ന് പൈസ മേടിച്ചിട്ട് അവർ വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ ഒരു വർഷക്കാലമായിട്ട് അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടെ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ പരാതി എന്താണെന്നൊക്കെ കേൾക്കാം. നിങ്ങൾ എവിടെ സ്ഥലം? ഇവിടെ കുറിച്ച് ഞാൻ മല്ലപ്പള്ളി. എൻ്റെ ഒരു 37,000 രൂപ കുവൈറ്റിൽ കൊണ്ടുവന്ന് പറയും മേടിച്ചത്. ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി. വിസ വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോലീസ് വെരിഫിക്കേഷൻ വരെ ക്ലിയർ ചെയ്തതാണ്. ഇപ്പം ഇന്ന് വരും നാളെ വരും പറയും. ഞങ്ങളുടെ ഇത് മേടിച്ചിട്ട് ഒരു അനക്കവും ഇല്ല. എന്ന് വിളിച്ചാലും പുള്ളി മലപ്പുറത്താണ്, തിരുവനന്തപുരത്താണ്, ട്രെയിനിലാണെന്നൊക്കെ യാത്ര പറയുന്നത്. ഞങ്ങളിപ്പോൾ പലതവണ ഇപ്പോൾ വീട്ടിൽ ഇവിടെ വന്ന് നിൽക്കുന്നു. ഇതുവരെ ഞങ്ങൾക്ക് കാശ് തന്നാൽ മതി, ഞങ്ങൾ ഇനി കൊണ്ടുപോകേണ്ട കാര്യമില്ല. പുള്ളി വരുന്ന കാര്യം ഫോൺ എടുക്കുകയല്ലോ വിളിച്ചാൽ. സംഭവം പൈസ കൊടുക്കുകയൊക്കെ ഇപ്പം ഒരു വർഷമാകുന്നു. കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് ആ മാസത്തിലായിരുന്നു. ഈ പുള്ളി 50,000 പള്ളിക്കത്തോട് 50,000 എവിടെയാ താമസം? അത് ഈ ആവശ്യം തന്നെയാണ് ഒരുമിച്ച് പൈസ കൊടുത്തത്. ഇതുപോലെ വേറെ പാലായിന്ന് 3 പിള്ളേര്, പാലക്കുളത്തുനിന്ന് ഒരു ആള്, കൊമരത്തുനിന്ന് ഒരു ആള്, ഇവരെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ പൈസ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്നെ മറുപടി പറയുന്നത് തന്നെ നമ്മള് ഫോൺ വിളിക്കുമ്പോ ബിസി. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കുറെ നാൾ കഴിയുമ്പോ വിളിക്കും, നാളെ മേടിക്കും. 15-ാം തീയതി ഇവിടെ ഉണ്ടോ? തിരുവനന്തപുരത്താണ് ആണോ? വിളിച്ചപ്പം തിരുവനന്തപുരമാണ് പറഞ്ഞത്. ഫോൺ എടുക്കത്തില്ല. ഇപ്പൊ സ്വിച്ച് ഓഫ്. ഞങ്ങൾ രാവിലെ തിരുവനന്തപുരം, ഇപ്പൊ രണ്ടാമത്തെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത്. പരിപാടി. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? സ്ഥിരം ഇവിടെ ഞാൻ വരുന്നുണ്ട്, ഈ പൈസക്ക് വേണ്ടി ഇപ്പൊ വരുന്നുണ്ട്. ഞാൻ പുള്ളിയുടെ വൈഫിനെ വിളിച്ച്, പുള്ളിക്കാരത്തെ എനിക്ക് നമ്പർ തന്നു. പുള്ളിയുടെ ഫോണിൽ വിളിക്കുമ്പം ഫോൺ ബിസിയാക്കി, എന്റെ ഫോൺ നമ്പർ എല്ലാം ബിസിയാക്കിയിട്ടിരിക്കുക. പുള്ളിക്കാരി ഇവിടെ ഒന്ന് കോൺടാക്ട് ചെയ്ത് പുള്ളിക്കാരി നമ്പർ ഞങ്ങൾ മേടിച്ചുകൊണ്ട് പോയി. പിന്നെ പുള്ളിക്കാരി വിളിക്കുമ്പോഴത്തേനും ഞങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടേക്കുക. നമ്പർ ബ്ലോക്ക് ചെയ്തിരിക്കുക. ഇതുമായിട്ട് പിന്നെ പോലീസ് പരാതി നമ്മൾ കൊടുത്തിട്ടില്ല. ഇനി നിയമപരമായിട്ട് പോകാൻ വേണ്ടി വേറെ വക്കീലിനെ വിളിച്ചായിരുന്നു, അനിൽകുമാർ, പി അനിൽകുമാർ. ഇപ്പൊ നാളെ ഓഫീസിലൂടെ എല്ലാം പറഞ്ഞിരിക്കുക. ഇതേമായിട്ട് എങ്ങനെ നിങ്ങൾ പരിചയപ്പെടാൻ ഞങ്ങൾ സമുദായത്തിന്റെ ഇതിൽ പരിചയപ്പെടാം. പുള്ളി യൂണിയന്റെ സമുദായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു, ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. ഏതായിരുന്നു നിങ്ങളുടെ? SAPS ജനപരിപാലന സംഘത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ ആ ഒരു വിശ്വാസം ഒന്നിച്ച് പ്രവർത്തിച്ച ആ ഒരു ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാ പറ്റിപ്പോ അല്ലേ? ഞാൻ കാരണമാണ് ഇതിങ്ങളെല്ലാം അതിൽപ്പെട്ടത്. അപ്പൊ ഞങ്ങൾ അറിഞ്ഞേക്കുന്നത് ഇവിടെ വീട്ടിൽ വന്ന് ഇരിക്കുന്നത് പുള്ളി 6 മാസം പോലും ഗൾഫിൽ നിന്നിട്ടില്ല. പുള്ളി അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ രാജ്യം വരുന്നത്. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്ന് തിരക്കപ്പെട്ടാണ് 6 മാസം പോലും ആ പുള്ളിയുടെ ഗൾഫിൽ നിന്നിട്ടില്ല. വൈഫും അവിടെയായിരുന്നു പറഞ്ഞു, അവിടുത്തെ നേഴ്സായിരുന്നു പറഞ്ഞു. അങ്ങനെയെല്ലാം പറഞ്ഞാണ് ഈ സാമ്പത്തികം നമ്മൾ വാങ്ങിയത്. ജോലി ഉറപ്പാന്ന് പറഞ്ഞാണ് ഞങ്ങൾ പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചേക്കുക. അയച്ചു കൊടുത്തിട്ട് എല്ലാ സംവിധാനം ഞങ്ങൾ കൊടുത്തതാ, പൈസയും കൊടുത്തതാ. ശരിയാണ്.
ഇവിടുത്തെ ഈ വാർഡ് മെമ്പറൊക്കെ ആയിട്ട് നിങ്ങൾ വാർഡ് മെമ്പർക്ക് വന്നായിരുന്നു. ജോബിയെ വിളിച്ചായിരുന്നു ഞാൻ വന്നായിരുന്നു. അപ്പൊ പുള്ളിയും പറയും കേസ് കൊടുക്കാനാ പറഞ്ഞത്. പുള്ളിയുടെ 3 പേരുടെ കേസ് കിടപ്പുണ്ടെന്ന്. ഇത് ഈ തന്നെ പൈസ മേടിച്ച മൂന്ന് കേസ് കണ്ടു. അപ്പൊ ഇത് സ്ഥിരം പരിപാടിയാണ്. പുള്ളി വേറെ ജോലിക്ക് പോകുന്നില്ല, ഇത് തന്നെയാ പരിപാടി. ഇദ്ദേഹത്തിന്റെ വേറെ മെമ്പർ വന്നായിരുന്നു. മെമ്പർ വന്നിട്ട് പാലായില് 3 കേസ് ആണല്ലേ? അല്ല, നിങ്ങൾ ഇത്ര അയൽവക്കത്ത് താമസിച്ചിട്ട് ഇങ്ങനെയുള്ള വിവരങ്ങളൊന്നും. ഇവൻ വരുന്നത് രാവിലെ 4 മണിക്ക് വരും. ഇവിടെ എത്ര നാളായി ഇവര് താമസിക്കാൻ വേണ്ടി? ഓരോ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നു. പക്ഷെ ഇങ്ങനെയുള്ള ഇതൊന്നും നമ്മൾ അറിയുന്നു. നമ്മൾ ഇതിന്റെ കാര്യം എന്നാന്നറിയാം, ഈ കൂടായ്പിന്റെ ഉള്ള നമ്മളൊന്നും നോക്കുന്നില്ല. നമ്മള് രാവിലെ ജോലിക്ക് പോകുന്നു, വരുന്നു. 4 മണിക്ക് വരും, രാവിലെ 4 മണിക്ക് വരും, വൈകിട്ട് ഒരു 11 മണിക്ക് വരും, തിരിച്ചു പോകും. അത് ശരി. ഞാനിപ്പം ചാഞ്ചാറെ വിളിച്ചായിരുന്നു സുധീയുടെ വീട്ടില. ഇദ്ദേഹത്തിന്റെ പേരെന്നാ ശരിക്കുള്ള പേര്? സുദീപ് എന്നാണ് നമുക്കറിയാം. ഒഫീഷ്യൽ നെയിം അങ്ങനെ അറിയത്തില്ല. KJ. ഫോട്ടോ, അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ടോ? മെമ്പറെ വിളിച്ചു. അത് കഴിഞ്ഞപ്പോ ഇവിടുത്തെ ചാനലുകാരെ വിളിച്ചു. അവൻ മുങ്ങി. അവൻ പിന്നെ എന്നാ അവൻ പൊങ്ങുന്നത്? അവൻ നമ്മള് രാവിലെ വിളിച്ചപ്പോ തിരുവനന്തപുരത്താന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം വിളിച്ചു കഴിഞ്ഞപ്പം പിള്ളേരുടെ ചോദിച്ച് 1-2 പേരല്ലേ ഇവിടെ വരുന്നത്. ഒരുപാട് പേര് പറയുന്നുണ്ട്. ഒരുപാട് പേര് കാശിന് വേണ്ടി വരുന്നുണ്ട്. ഫോൺ എടുത്തത് മറ്റുള്ള എടുത്തതെല്ലാം. അപ്പൊ ഇവര് 2-3 പിള്ളേരുള്ളൂ. പെൺപിള്ളേരോ ഈ പുള്ളിക്ക് 3 പെമ്പിള്ളേരാണുള്ളത്. 3 പെൺപിള്ളേരാ വിനോദമുള്ളത്. അപ്പൊ ഇവിടെ വരുമ്പം ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി നോക്കും. നമുക്ക് വലിയ പിന്നെ അതെ. അപ്പൊ നമ്മുടെ മനസ്സാക്ഷിക്ക് നോക്കുമ്പോ അപ്പനില്ല, അമ്മയില്ല. ചിലപ്പോ അവര് കഥക് തുറക്കാതെ ഇരിക്കും. ആൾക്കാർ തിരിച്ചു പോകും. ഇവനുണ്ടല്ലോ, ഇവൻ ഏറ്റവും വലിയ ക്രിമിനൽ. ഇവനെയൊക്കെ അകത്താക്കണം. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അതാ ഞാൻ ഓടി വന്നത്. കാരണം തട്ടിപ്പെന്ന് പറയുന്നതേ, ഈ സാധുക്കളെ തട്ടിപ്പിക്കാന്ന് പറയുമ്പോ തന്നെ ഇത് മൊത്തം എത്ര രൂപ കൊടുക്കണമെന്നാ പറഞ്ഞ ആദ്യം? 1,10,000 കൊടുക്കണം മൊത്തം. ഒരാള് അതിനകത്ത് 50,000 രൂപ നമ്മളിപ്പോ റെഡി കൊടുക്കുക, 70 കൊടുക്കുക, 40 രൂപ നമ്മളവിടെ ചെന്ന് ജോലി ചെയ്യുമ്പം ആദ്യത്തെ മാസം വേണ്ട, അത് കഴിഞ്ഞ് 2ാം മാസം മുതൽ 10 രൂപ വെച്ച് പിടിക്കും എന്ന് സാറിനെ പിടിച്ചോളാം എന്ന് പറഞ്ഞാണ് നമ്മളോട് ഈ കാര്യം കാണിച്ചത്. നമ്മളത് വിശ്വസിച്ചു പോയി. അത് തന്നെയല്ല, നിങ്ങളുടെ ഈ സഭയുടെ തലപ്പത്തിരുന്നപ്പോ നിങ്ങൾ ആരും ഒത്ര ഇതായിട്ട് തട്ടിപ്പാന്ന് ഓർത്തുമില്ല. ഇല്ല, കാരണം എന്ന് വെച്ചാൽ അതുപോലെയാണ് ഞങ്ങളുടെ സംസാരം. അതുപോലെ ആരും വിശ്വസിച്ച് പോകും. നമ്മൾ ആ രീതിയിലാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒന്ന് കാണാൻ എന്തെങ്കിലും ഉണ്ടോ കയ്യില്? വാട്സാപ്പിൽ DP ഇട്ടിട്ടില്ല. ആണല്ലേ? പിള്ളേരുടെ ഇല്ലെന്ന് പറയും. പിള്ളേരില്ല ഇല്ലെന്ന് പറയും. ഫോട്ടോ കാണുമല്ലോ, ഫോണിലൊക്കെ കാണുമല്ലോ. പിള്ളേരിപ്പോ എവിടെ ആകത്തുണ്ടോ? 3 പിള്ളേർ. അതുങ്ങളെ എന്നാ ചെയ്യാനാ? അതെ അതെ. നമുക്ക് അതുങ്ങളെ അതെ. ഇനിയിപ്പം ബാക്കി നിയമ നടപടിയിലേക്ക് പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനെ ഒരു ചീറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേന് ഇനിയിപ്പോ മറ്റൊരാൾ കൂടെ സംഭവിക്കില്ല. അതെ. ഇപ്പം കഴിഞ്ഞ ദിവസമാണെങ്കിലും ചിങ്ങവനത്ത് ഇതുപോലൊരു തട്ടിപ്പ് വന്നപ്പോഴത്തേന് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ പബ്ലിസിറ്റി ചെയ്തപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരെ ഇതുപോലെ പറ്റിച്ചിരിക്കുക. അങ്ങനെ അറിയുന്നത് ഇതിപ്പോ അറിയുന്നില്ല. ഇപ്പം നിങ്ങളുടെ പേര് ഇത്രയും പേര് വന്നുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ 3 പേരുടെ കേസിട്ട് ഇപ്പൊ ഞങ്ങൾ അറിയാൻ പറ്റും. പാലയിലുള്ള അതെ. ഇതുപോലെ എത്ര പേരുണ്ടോ ഞങ്ങൾക്ക് അറിയാം. അല്ല, ഇപ്പൊ ഇങ്ങനെ പറഞ്ഞില്ല, ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ടെന്ന്. ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ വന്നു കഴിയുമ്പോൾ ഒരുപാട് പേര് വരും. 10 പേരെ ഒരുമിച്ചാണോ പുള്ളി കൊണ്ടുപോകുന്നത്? അപ്പൊ ഇതുവരെ കൊണ്ടുപോകാനുള്ള തീരുമാനം ആയിട്ടില്ല. ആണല്ലേ? അല്ലേ, ആണല്ലേ? ഫോൺ വിളിച്ചാൽ എടുക്കുകയും അതിനുള്ള വ്യക്തമായിട്ടുള്ള മറുപടിയും തരികയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അതെ. അപ്പൊ അത് കുഴപ്പമില്ല. പോലീസുകാരെ വിളിക്കുമ്പോൾ തന്നെ വന്നോളുമല്ലോ. പുള്ളി എവിടെയാണേലും വരുമല്ലോ, വന്നിട്ട് ഇതിന്റെ തീരുമാനം ഉണ്ടാക്കുമല്ലോ. ഇപ്പൊ നമ്മള് പുള്ളിക്ക് സമാധാനം കൂടെ. അത് ശരി. ഇതിലുണ്ടോ, വാട്സാപ്പിലുണ്ടോ ഇതിന്റെ ഡീറ്റെയിൽ വല്ലതും ഉണ്ടോ? എന്റെ ഒരു ഫോട്ടോ ഉണ്ട്, ഞങ്ങളെല്ലാം കൂടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്.
എടുത്തിട്ട് സൂം ചെയ്ത് കൊടുക്കാം. ഞങ്ങളെ അവിടെ പാചകം ഈ നീല ഷർട്ട് അത് തന്നെ ആ ശരി ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളല്ലേ? അതും ആ അതെന്റെ നഷ്ടപ്പെട്ടു പിള്ളേര് കളിച്ചുകൊണ്ടിരുന്ന അല്ലേത് കുഴപ്പമില്ല. പോലീസുകാർക്ക് ഇത്രയും കിട്ടിയാൽ മതി, ബാക്കി അവര് കൈകാര്യം ചെയ്തോളും. ആ ഇത് കേസ് അഡ്വക്കേറ്റിനോട് നിങ്ങൾ സംസാരിച്ചോ കാര്യങ്ങളൊക്കെ? അന്നേരം എന്നാ പറഞ്ഞു? അഡ്വക്കേറ്റ് എന്നാ പറഞ്ഞു? ആണോ? നോട്ടീസ് അയക്കാന്ന് പുള്ളി പറഞ്ഞു. അല്ല ഇനിയിപ്പം ബാക്കി നിങ്ങൾ ഇവിടെ വരണ്ട, ഇവിടെ പിള്ളേർ മാത്രമല്ലേ ഉള്ളൂ. അതല്ല പറഞ്ഞേ, പിള്ളേർ മാത്രമേ ഉള്ളൂ. അവരെ സംബന്ധിച്ച് അവർക്ക് ഇതൊന്നും അറിയാൻ പറ്റില്ല. അവര് പേടിക്കുകയും ചെയ്യും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതല്ല പറഞ്ഞത്, പിള്ളേരല്ലേ പെൺപിള്ളേരല്ലേ, നമുക്ക് എല്ലാവർക്കും പിള്ളേരുള്ളതല്ലേ, അവരെ സംബന്ധിച്ച് അവർക്കൊരു വിഷമാവും. അതുകൊണ്ട് നിങ്ങൾ ഇനിയിപ്പം അല്ല അതൊന്നും നമുക്കറിയാം. അതുകൊണ്ട് രജി അന്നേരം നമ്മളെ പറയത്തില്ല. എനിക്ക് മക്കളും കൊച്ചുമക്കളും ഉള്ളതാ. അപ്പൊ നമുക്കറിയാം നിങ്ങൾ പറയുന്നത് എന്താ നമ്മള് ഈ പിള്ളേര് പറയുന്നത് എന്നാന്നറിയോ? നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, അപ്പൻ ഇങ്ങോട്ട് വരണ്ട, അവർക്ക് മനസമാധാനം വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്നാണ് പറയുന്നത്. പിന്നെ ഇതുപോലെ ആൾക്കാർ വന്നോണ്ടിരിക്കുമ്പോ തന്നെ അവർക്കും പിന്നെ ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോ ഞാൻ സ്ത്രീയോട് പറഞ്ഞു, ഇവിടെ എനിക്കറിയാം ഇവിടെ വന്ന് ഒച്ച വെക്കാനും വേണം, ഞാൻ ചെയ്യാത്ത എന്നാന്നറിയോ, നിങ്ങൾക്ക് എനിക്ക് പിന്നെ അതെ അതെ അതുകൊണ്ടാ മറ്റു മനുഷ്യൻ കേട്ട് കഴിഞ്ഞാൽ വേണ്ടാത്ത രീതി ചിന്തിക്കും പിന്നെ അതെ എന്ന് വരെ ഞാൻ പറഞ്ഞിട്ട് പോകും. അതെ അതെ. ഇനിയിപ്പം സ്റ്റേഷനിൽ പോലീസുകാരെ വിളിക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ വെച്ച് നമുക്ക് എന്നാ വെച്ചാട്ടോ. ആ പോലീസുകാർ ഇപ്പം തന്നെ ഇതിപ്പം കാണുമ്പോൾ തന്നെ അവർ കേസ് ഓൾറെഡി എടുക്കുമല്ലോ. പിന്നെ നിങ്ങളെ കൊടുക്കണം, നിങ്ങളുടെ പേരും അഡ്രസ്സും വെച്ചോണ്ട് പൈസ വെച്ചോണ്ട് അപ്പൊ അഡ്വക്കേറ്റ് വ്യക്തമായിട്ട് എഴുതി തരുമല്ലോ. ആ രീതിയിൽ തന്നെ സ്റ്റേഷനിലോട്ട് കേസ് കൊടുക്കുക. ബാക്കിക്ക് ഇല്ല ഈസ്റ്റ് ഇപ്പൊ തന്നെ കൊടുക്കാമെന്ന് കൊടുത്തു. ഇന്ന് തന്നെ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അല്ല അങ്ങനെ നിയമത്തിന്റെ നടപടി തന്നെ പോട്ടെ. അല്ല ഇപ്പം പൈസ കൊടുത്തല്ലേ, നഷ്ടപ്പെട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. 3 പിള്ളേരെ എവിടെയുള്ളൂ, തള്ളയില്ല അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ. ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, ആ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് എനിക്ക് ആശുപത്രി കേസ് ഇട്ടാന്നും പറയാം. ഞങ്ങളിത് കാശൊക്കെ മേടിച്ചു, പലതവണ അല്ലാതെ മേടിച്ചു. ആണല്ലേ? കൊച്ചിന് ഓപ്പറേഷനാണ്. ഇപ്പോഴാണ് അറിഞ്ഞത് കൊച്ചിന് ഓപ്പറേഷൻ കഴിഞ്ഞ ഞങ്ങളിത് കാശ് മേടിക്കുന്നതിന് മുമ്പായിരുന്നു. പൈസ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് പൈസ മേടിച്ചിരിക്കുന്നത്. ഇപ്പൊ വീട്ടിൽ നിന്ന് ഞങ്ങളിത് കാശ് മേടിക്കുന്നതിന് മുമ്പാണ് ആ കൊച്ചിന് ഓപ്പറേഷൻ നടന്നത്. അത് ശരിയാ. പുള്ളി ഹൈദരാബാദിലെ കൊച്ചിന്റെ ഇരിക്കലാണ്. പറഞ്ഞു കഞ്ചാവും കേസ് ഇട്ട് പുള്ളിയുടെ കാറ് പിടിച്ചു. കാറ് പിടിച്ചോ പുള്ളിയുടെ? അതായത് പുള്ളി വണ്ടി റെന്റിന് കൊടുത്തേക്കോ. അതിനകത്ത് 5 കിലോ കഞ്ചാവും ആയിട്ട് പിടിച്ചെന്നു. ഈ പുള്ളിക്ക് വണ്ടി വല്ലതും ഉണ്ടോ വേറെ? പിന്നെ അത് ഒറ്റ കാര്യം, ഇയാൾക്ക് ഇങ്ങനെ ഒരു കാറുണ്ടെങ്കിൽ അയാളുടെ പേരിലാണെങ്കിൽ പോലീസ് ഇവിടെ വരണം. പിന്നെ വരണം, തീർച്ചയായിട്ടും വരണം. RC ഓണർ പുള്ളിയാണ്, പുള്ളിയുടെ പേരിന് വരണ്ടേ? പിന്നെ അതെ അതെ. അത് തട്ടിപ്പ്, അതൊക്കെ നിങ്ങളെ ഇതാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, മുൻകൂർ ജാമ്യത്തിൽ നടക്കുവാണ്. അല്ല ഇതിപ്പം പോലീസുകാർ ഇതെല്ലാം പറയുമ്പോഴത്തേന് അവര് പറഞ്ഞോളുമല്ലോ. ആ പിള്ളേര് കേസ് കൊടുത്തിട്ടുണ്ട് അവരെ പാലായിലെ. ശരി. ആ പിള്ളേര് കേസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വന്നായിരുന്നു അവര്. ആ മെമ്പറുടെ അവരുടെ ഇതിരിപ്പുണ്ട്. മെമ്പറോട് ഇത് അതെ ശരിയാണ്. അതെ അതെ ഇതുണ്ട്. അതെ 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 ഇതുപോലെ ഒരു ദുരിതം ഇവർക്കല്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളത്തിൽ കൂടെ അല്ലേ ഉള്ളൂ. ഇവർക്ക് ഈ ഒരു തൊണ്ട ഉള്ളു. ഭയങ്കര വെള്ളമൊഴുക്ക് വരുന്ന സ്ഥലം ഇത്.